വിഷുദിനമാണ്. പക്ഷേ ഇന്നും അനിശ്ചിതകാല സമരം തുടരുകയാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് നൽകുമെന്നറിയിച്ച ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. കോടതിയിൽ കെട്ടിവെച്ച പണം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ പറയുന്നുണ്ട്. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വിഷുദിനത്തിലും സമരം തുടരുകയാണ്. അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനുണ്ടെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സമരം ആരംഭിച്ചത്. തുടർന്ന് ഇന്നും വിഷുദിനത്തിലും ഈ തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്ക് 4 വർഷത്തോളമായി വിവിധ ആനുകൂല്യങ്ങൾ PF-ഉം പെൻഷനും ഗ്രാറ്റുവിറ്റിയും അടക്കം നിരവധി ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 11 കോടിയോളം രൂപ ഇത്രയും 4 വർഷത്തേതായി നൽകാനുണ്ടെന്നും പറയുന്നു. ഈ കോടതിയിൽ ഉള്ള പണം എത്രയും പെട്ടെന്ന് സർക്കാർ തന്നെ പിരിച്ചെടുത്ത് നൽകണമെന്നാണ് തൊഴിലാളികൾക്കും പറയുന്നത്. അമ്മ, നമുക്ക് ഒരു കുറെ പൈസ ആനുകൂല്യമായി കിട്ടാനുണ്ടാവും? ഞങ്ങൾക്ക് 2014 മുതലുള്ള PF അടക്കാണ്ട്, പിന്നെ 43 കൊല്ലം 40 കൊല്ലം 45 കൊല്ലം എസ്റ്റേറ്റിൽ ജോലി ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ സർവീസ് കിട്ടാണ്ട്, പിന്നെ 2 കൊല്ലത്തെ ബോണസ് ഉണ്ട്, സെറ്റിൽമെന്റ് ഉണ്ട്. പിന്നെ പിരിഞ്ഞ തൊഴിലാളികൾ 93 തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭിക്കാതെ 17 കൊല്ലമായിട്ട് പിന്നെ പിരിച്ചുവിട്ട് ചെക്ക് കൊടുത്തിട്ട് ആ ചെക്ക് ബാങ്ക് കൊണ്ടുപോയപ്പോൾ ചെക്കിന് ആനുകൂല്യം അല്ലാണ്ട് പറ്റിച്ചതാണ്. അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ദുരിതബാധിതർ വരുന്നതോ എസ്റ്റേറ്റ് കൊടുത്തതിനെതിരൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ 300 തൊഴിലാളികളെ പുറത്തിറക്കിയിട്ട് ഈ 300 തൊഴിലാളികൾക്ക് പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 40-44 കൊല്ലം പണിയെടുത്ത ആൾക്കാർ എടുക്കാൻ പോവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീട് വെക്കണേനോ അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ഏറ്റെടുത്തോ, ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥിതിക്ക് പൈസ കോടതി കെട്ടിക്കണമെങ്കിൽ ഈ പൈസ വാങ്ങി തരേണ്ട ഉത്തരവാദിത്തം കോടതിക്കും ഉണ്ട്, ഗവൺമെന്റിനും ഉണ്ട്. ഗവൺമെന്റ് അധികൃതരോട് ഇപ്പോൾ 2 കൊല്ലമായി ഈ എസ്റ്റേറ്റ് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട്. ഞങ്ങൾ അന്നൊക്കെ കളക്ടറേറ്റിലും എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും ഇത് പറഞ്ഞതാണ്. ഇതിനൊന്നും നേരെ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പൊ കഴിഞ്ഞ മാസം 27-ാം തീയതി ഞങ്ങൾ 26-ാം തീയതി കളക്ടറേറ്റ് പഠിക്കാൻ പോയപ്പോൾ ഗവൺമെന്റ് പൈസ കെട്ടിയ ഉടനെ നിങ്ങളെ പൈസ അനുകൂലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 40 കോടി റുപ്യ ഗവൺമെന്റ് കോടതിക്ക് കെട്ടിയിട്ട് ഞങ്ങൾക്ക് എസ്റ്റേറ്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നോ അല്ലെങ്കിൽ ഇതിൽ പുനരധിവാസം കൊടുക്കണേനൊന്നും ഞങ്ങൾ തടസ്സമല്ല. പക്ഷെ ഞങ്ങൾ അധ്വാനിച്ച പൈസ കിട്ടണം. ഇപ്പൊ ഇവിടെ പണി തുടങ്ങി പറഞ്ഞ് ഇവർക്ക് പുനരധിവാസമാണെങ്കിൽ ഞങ്ങൾ ഈ 40-45 കൊല്ലം എസ്റ്റേറ്റിൽ വെയിലും മഴയും കൊണ്ട് ജോലി ചെയ്തവരെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞങ്ങളെ റോട്ടിൽ ഇറക്കിയിട്ട് ഇവർക്ക് പുനരധിവാസം എടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ വരെ കിട്ടില്ല. ഞങ്ങളൊക്കെ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞ ആൾക്കാരാണ്. PF അടക്കാത്തത് കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. 14 മുതലുള്ള PF ഒക്കെ അടക്കാനാണ്. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് എസ്റ്റേറ്റിൽ ജോലിയില്ല. അപ്പൊ ഇത് മാനേജ്മെന്റും ഗവൺമെന്റും കൂടി ഒത്തിട്ടുള്ള കളിയാണ്. അല്ലെങ്കിൽ കോടതിയിൽ പൈസ കെട്ടുമ്പോൾ ഗവൺമെന്റ് കെട്ടുമ്പോൾ തൊഴിലാളികളെ പ്രശ്നം പരിഹരിച്ചിട്ട് അവിടെ പണി തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് തലത്തുനിന്ന് വേണ്ടേ? അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിക്കാണ്. ഞങ്ങൾ കിട്ടാനുള്ള ഇത്രയും 300 തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാണ്ട് അത് കിട്ടാതെ ഇവിടെ പുനരധിവാസത്തിന് ഞങ്ങൾ സമരം, അല്ലാതെ ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. ഈ വിഷുദിനത്തിലും സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്താണ്? വിഷുദിനത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം എല്ലാ മലയാളികൾക്കും വിഷു ഉണ്ട്. വിഷു പങ്കെടുക്കേണ്ട ആൾക്കാരോടൊന്ന് വരണ്ടാന്ന് പറഞ്ഞാണ്. ഇത് നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും കേരളീയരെ ആഘോഷിക്കേണ്ട ഒരു ദിവസമല്ലേ? അപ്പൊ ഈ സമരത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായത് ഇത് ഗവൺമെന്റ് ഇടപെട്ട് കോടതിയിൽ പൈസ കിട്ടിയാൽ ഞങ്ങളെ പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ നിന്നത്. പക്ഷെ ഇത് കിട്ടാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ സമരം തുടരും, നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നവരെ? മനസ്സിലായില്ല. സമരം തുടരും, ആനുകൂല്യങ്ങൾ കിട്ടുന്നവരെ? ആനുകൂല്യം കിട്ടുന്നവരെ ഞങ്ങൾ സമരത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ സമരത്തിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകുന്നു. ഇത്രയും വർഷം ഞങ്ങൾ പണിയെടുത്ത പൈസ ഞങ്ങൾ പെരുവായിലായിപ്പോയി. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നും കിട്ടാതായപ്പോൾ ഞങ്ങളിപ്പോൾ പെരുവായിലായിപ്പോയി. നിരവധി എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ സമരം ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്? തുടരാൻ തന്നെയാണ് തീരുമാനം? സമരം തുടരാൻ തന്നെയാണ് ഐക്യ ട്രേഡ് യൂണിയന്റെ തീരുമാനം. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും കളക്ടറും ലേബർ കമ്മീഷണറും ഒന്നും തന്നെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിക്ക് ഇത്തരത്തിലൊരു അനിശ്ചിതകാല സമരം നടത്തേണ്ടി വന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതൊരു 10 കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ്. ഈ സമരത്തിന് ഒരു തീരുമാനം ആകാതെ അനിശ്ചിതകാല സമരം തുടരാൻ തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനം. ഇന്ന് വിഷുദിനമാണ്. ഈ വിഷുദിനത്തിൽ പോലും ഇവർക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗതികേട് എന്ന് പറയുന്നത്. വർഷങ്ങളായി, ഏകദേശം 4 വർഷത്തോളമായി 11 കോടിയോളം രൂപ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട്. ഇതിൽ നിരവധി തൊഴിലാളികൾ വിരമിച്ച ആളുകൾ പോലുമുണ്ട്. അവർക്ക് പോലും ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഈ ഭൂമി ഏറ്റെടുത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും സർക്കാർ അറിയിച്ചിട്ടില്ല എന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. എല്ലാ CIT-യും INTUC അടക്കമുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ വിഷുദിനത്തിലും ഈ സമരം ഇവിടെ പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.